നമസ്കാരം. രാജ്യത്ത് ഹിന്ദുക്കളാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ എന്നുള്ള ഒരു അതിഗുരുതരമായിട്ടുള്ള പ്രസ്താവന നടത്തിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി ഇന്ന് പാർലമെന്റിൽ ഉന്നയിച്ച ഒരു വാദമാണ്. രാജ്യത്തെ വിവിധ രാഷ്ട്രീയ നിരീക്ഷകന്മാർ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മണ്ടൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഏറ്റവും ആദ്യത്തെ ഉത്തരം അത് രാഹുൽ ഗാന്ധിയാണ് എന്നുള്ള രീതിയിലേക്കുള്ള പ്രസ്താവനകളായിരുന്നു. ഇത് ഈ 2024 പൊതു തെരഞ്ഞെടുപ്പിൽ ചെറിയൊരു മാറ്റം സംഭവിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. രാഹുൽ ഗാന്ധിയെ പിന്തുണച്ചുകൊണ്ട് ഒരുപാട് മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ പല രാഷ്ട്രീയ നിരീക്ഷകന്മാരൊക്കെ ഇതിനൊക്കെ തിരുത്തി മുന്നോട്ട് വന്നിരുന്നു. 44-55 സീറ്റൊക്കെ ഉണ്ടായിരുന്ന കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത്തവണ അത് 99 എന്നുള്ള നിലയിലേക്ക് എത്തിയപ്പോൾ അടുത്ത ഘട്ടമെങ്കിലും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു സംഭവം സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളത് ഒരു സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോ ഇപ്പോൾ ഒരു കാര്യം പൂർണ്ണമായിട്ടും ബോധ്യപ്പെട്ടിരിക്കുന്നു, രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാനേ സാധിക്കില്ല. ഇന്ത്യയിൽ രാഹുൽ ഗാന്ധിക്കോ നരേന്ദ്രമോദിക്കാണെങ്കിലും ഏത് വ്യക്തിക്കാണെങ്കിലും ഇവിടെ പ്രധാനമന്ത്രിയാകണമെങ്കിൽ ഈ രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സമൂഹത്തിന്റെ വ്യക്തമായിട്ടുള്ള പിന്തുണ ഉണ്ടാകണം. അത് നരേന്ദ്രമോദിക്ക് മാത്രമാണെന്നുള്ളതിൽ തർക്കമില്ല. ഒരു അവിൽ മുന്നണി ഉണ്ടാക്കി 10-28 രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയോടെ പല സംസ്ഥാനങ്ങളിലായിട്ട് ചില സീറ്റുകളൊക്കെ നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഏത് തരത്തിലുള്ളതാണെന്നും അതിനൊക്കെ എത്രത്തോളം നിലനിൽപ്പുള്ളതാണെന്നും നമുക്ക് അത് അവരുടെ വിജയത്തിന്റെ ഒരു പ്രവർത്തന സംവിധാനമൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. അപ്പോൾ ഇതിൽ നിന്നെല്ലാം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാവ് എത്രത്തോളം തരം താഴുന്ന വ്യക്തിയാണെന്നും ഈ തരം താഴുന്ന വ്യക്തിക്ക് ഒരു രീതിയിലും നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ സംവിധാനത്തിൽ ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കാനുള്ള കഴിവില്ല എന്നുള്ളതും ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. രാജ്യത്ത് നിരന്തരമായിട്ട് ഈ ഹൈന്ദവ സമൂഹത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പല നിഗൂഢമായിട്ടുള്ള ശക്തികൾ രാജ്യത്തിന് പുറത്തു നിന്ന് പോലും ഉണ്ടായിട്ട്, ഇപ്പൊ കാനഡയിൽ പോലും ഖലിസ്ഥാന്റെ നേതാക്കന്മാര് പറഞ്ഞിരിക്കുന്നത് ഖാലിസ്ഥാൻ സംഘടന കാനഡയിൽ ഉള്ളിടത്തോളം കാലം കാനഡയിൽ ഹിന്ദുക്കളെ ജീവിക്കാൻ അനുവദിക്കില്ല, പരസ്യമായിട്ട് ഹിന്ദുക്കളെ കൊലപ്പെടുത്തുന്നുള്ള രീതിയിലൊക്കെ അവിടെ നിന്നുകൊണ്ട് പ്രസ്താവന നടത്തുന്ന ഇതുപോലുള്ള ഭീകരവാദ സംഘടനകൾ പറയുന്നത്, നിങ്ങളുടെ രാജ്യം ഭാരതമാണ്, നിങ്ങൾ ഭാരതത്തിലേക്ക് തിരിച്ചു പോയിക്കോളൂ, ഇവിടെ നിങ്ങൾ ജോലി ചെയ്യാനോ ഇവിടെ പ്രവർത്തിക്കാനോ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള അവകാശമില്ല. മോദി അടക്കമുള്ള ഏത് നേതാക്കന്മാരും നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിലും കാനഡയിലെ ഹിന്ദു സമൂഹത്തെ ഞങ്ങൾ ആക്രമിച്ചുകൊണ്ടേയിരിക്കുമെന്നുള്ള രീതിയിലൊക്കെയാണ് പല ഇവരുടെ നേതാക്കന്മാരും. അപ്പോ ഇതുപോലെ രാജ്യത്തിന്റെ പുറത്ത് പോലും ഹൈന്ദവ സമൂഹം വലിയ രീതിയിൽ തന്നെ ആക്രമിക്കപ്പെടുകയും ഭീഷണികൾക്ക് നിരന്തരമായിട്ടുള്ള ഒരു സംവിധാനമൊക്കെ നേരിടുന്ന സമയത്ത് പോലും ഇന്ത്യ മഹാരാജ്യത്തെ ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിലേക്ക് 10 വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ ഉയർന്നു വന്നത്. അപ്പോ ഈ രാജ്യത്തുള്ള ഹൈന്ദവ സമൂഹത്തിന്റെ തന്നെ വോട്ട് നേടി പ്രതിപക്ഷ നേതാവായ ഈ വ്യക്തി പറയുകയാണ്, ഇവിടെ ഹിന്ദുക്കളാണ് ഏറ്റവും വലിയ പ്രശ്നക്കാരെന്ന്, അല്ലെങ്കിൽ ഇവരാണ് ഇവിടെ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ള രീതിയിലേക്കുള്ള പ്രസ്ഥാനം. അപ്പോ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്നത് ഹിന്ദുക്കളെ ആക്രമിക്കുന്നതിന് തുല്യമാണ് ഈ ഒരു പ്രസ്താവന, അതുകൊണ്ട് രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്നുള്ള ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നു. അതോടൊപ്പം അമിത്ഷായും പറഞ്ഞിട്ടുണ്ട്, ഇത് ഹൈന്ദവ സമൂഹത്തിനെ അപമാനിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനയാണ്, രാഹുൽ ഗാന്ധി മാപ്പ് പറയണം. അപ്പോൾ ഒരു തർക്കവുമില്ല, നിരന്തരമായിട്ട് രാജ്യത്തെ ഹിന്ദു സമൂഹത്തെ വേട്ടയാടാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് അനുകൂലമായിട്ടുള്ള വർത്തമാനങ്ങൾ മാത്രമാണ് രാഹുൽ ഗാന്ധിയുടെ നാവിൽ നിന്ന് വരുന്നത്. ആരൊക്കെയാണ്? അപ്പൊ നമ്മൾ രാജ്യത്തിന്റെ ഒരു 2004 മുതൽ 2014 വരെയുള്ള ചരിത്രം ഒന്ന് പരിശോധിച്ചാൽ മാത്രം മതി. വലിയ രീതിയിൽ പിന്നോട്ടൊന്നും പോകേണ്ട ആവശ്യമില്ല. ഈ 10 വർഷത്തിന്റെ ഇടയിൽ എത്ര സ്ഫോടനങ്ങളാണ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ വിവിധ നഗരങ്ങളിൽ ഉണ്ടായിരിക്കുന്നത്. ഈ നഗരങ്ങളിൽ ഉണ്ടായിരിക്കുന്നു എന്ന് പറയുന്ന സ്ഫോടനങ്ങളൊക്കെ നമ്മൾക്ക് ഒരു കാര്യം അതിൽ നിന്ന് വ്യക്തം, രാജ്യത്തിന്റെ പുറത്ത് നിന്ന് വരുന്ന ആളുകൾക്ക്, ഇന്ത്യ മഹാരാജ്യത്തെ തകർക്കാൻ വരുന്ന ആളുകൾക്ക് കൃത്യമായിട്ടുള്ള പിന്തുണ കൊടുക്കുന്ന പല ഭീകരവാദ പ്രസ്ഥാനങ്ങളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് സാമ്പത്തികവും മറ്റ് താമസ സൗകര്യവും അടക്കം ഒരുക്കി എവിടെയൊക്കെ ആക്രമണം നടത്തണം, എങ്ങനെയൊക്കെ ആക്രമിക്കണം എന്നുള്ളതിന്റെ പല പ്ലാനിങ്ങും ചെയ്തു കൊടുത്തത് ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഈ കോൺഗ്രസിന്റെ ഭരണത്തിന് കീഴിൽ ആ സമയത്ത് ഇവിടെ നിലനിന്നിരുന്ന ഭീകരവാദ സംഘടനകൾ തന്നെ. ഇവരൊക്കെ പല മതങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ പല രീതിയിൽ ഇവിടെ ഓരോ ഭീകരവാദ സംഘടനകൾ സൃഷ്ടിച്ചെടുത്തുകൊണ്ട് അതിന്റെ പേരിൽ ഇവിടെ ആക്രമണ പരമ്പരകൾ നടത്തുന്നു. ഈ ആക്രമണ പരമ്പരകളൊക്കെ നടത്തുന്ന സമയത്ത് ചില മതപണ്ഡിതന്മാരൊക്കെ എന്ന് പറഞ്ഞിരുന്നു, ഞങ്ങളുടെ യുവാക്കളെ നിങ്ങൾ ഈ കരിനിയമങ്ങൾ ചാർത്തിക്കൊണ്ട് ജയിലിൽ അടക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുന്നു. അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ചില ആളുകളൊക്കെ, അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയും ധനകാര്യമന്ത്രിയും കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി അടക്കമുള്ള പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഇതുപോലെയുള്ള ഭീഷണികൾക്ക് മുന്നിൽ മുട്ടുമടക്കി മൻമോഹൻ സിംഗ് അടക്കമുള്ള ആളുകൾ, പി ചിദംബരം അടക്കമുള്ള ആളുകൾ മുട്ടുമടക്കി നിന്നുകൊണ്ട് കരഞ്ഞു പറഞ്ഞിരുന്നു, ഞങ്ങൾക്ക് ഈ ഭീകരവാദ
പ്രവർത്തനത്തെ തടയിടാൻ കാര്യമായിട്ടുള്ള താല്പര്യമൊന്നുമില്ല. മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ള പ്രഷർ കൊണ്ടാണ് ഇതുപോലെ സംഭവിക്കുന്ന രീതിയിലേക്കുള്ള നടപടികളായിരുന്നു. അങ്ങനെയായിരുന്നു ഇവരുടെ ഒരു മനസ്സിലിരിപ്പ്, അങ്ങനെയായിരുന്നു ഇവരുടെ പ്രവർത്തനം. അപ്പൊ ഇതിനൊക്കെ ഒരു മറുപടി കൊടുത്തത് 2014 നരേന്ദ്രമോദി വന്നപ്പോഴാണ്. ഭീകരവാദ സംഘടനകൾ അടിച്ചമർത്തുന്നു, ജമ്മു കാശ്മീരിലെയും മാവോയിസ്റ്റ് മേഖലകളിലൊക്കെ, ഒറീസ പോലെയുള്ള അല്ലെങ്കിൽ ഛത്തീസ്ഗഡ് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചില ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ എന്നുള്ളതല്ലാതെ നമ്മുടെ രാജ്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട മെട്രോ നഗരങ്ങളിലും ഒരു രീതിയിലുമുള്ള ഭീകരാക്രമണങ്ങൾ നടത്താത്ത തരത്തിലേക്ക് ഒരു വലിയ പഴുതടച്ച സുരക്ഷാ സംവിധാനം ഒരുക്കാനായിട്ട് രാജ്യത്തെ ഭരണകൂടത്തിന് സാധിച്ചു എന്നുള്ളത് ഒരു നിസ്സാര കാര്യമല്ല. അതൊരു വലിയ പോരാട്ടം തന്നെയാണ്. അത് ഇന്ത്യ മഹാരാജ്യത്ത് കഴിഞ്ഞ 10-30 വർഷമായിട്ട് ഭീകരാക്രമണം നടത്തിയിട്ടുള്ള പല ഭീകരവാദ നേതാക്കന്മാരെയും പാകിസ്ഥാനിലും അതോടൊപ്പം തന്നെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അവർ ഒളിച്ചിരിപ്പുണ്ട്. ആ ഒളിത്താവളങ്ങൾ കണ്ടെത്തി നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ കൃത്യമായിട്ട് ഈ ഭീകരവാദികളടക്കം കൊലപ്പെടുത്തി മുന്നോട്ട് പോയി. ഇന്ത്യ മഹാരാജ്യമാണ് ഏത് തരത്തിലും ഏത് രീതിയിലുള്ള വിഷയങ്ങളെയും പ്രതിരോധിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന രാജ്യം എന്നുള്ള നിലയിലേക്ക് ലോകത്തെ മുഴുവൻ കാണിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കുന്ന ഒരു സമയത്താണ് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് തന്നെ ഈ രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സമൂഹത്തെ ശക്തമായിട്ട് വ്യക്തമായിട്ട് അനാവശ്യമായിട്ടുള്ള ക്രൂരമായിട്ടുള്ള രീതിയിലേക്കുള്ള ഒരു എതിർപ്പുമായിട്ട് വന്നിരിക്കും. അപ്പോൾ ഇയാളൊക്കെ എത്ര കാലം ഇനി നമ്മുടെ രാജ്യത്ത് രാഷ്ട്രീയത്തിൽ തുടരാൻ സാധിക്കും എന്നുള്ളത് തന്നെ പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. ഭാരതത്തിലെ ഹൈന്ദവ സമൂഹത്തെ ഇതുപോലെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇലക്ഷനൊക്കെ എടുക്കുന്ന സമയത്ത് കുറെ ക്ഷേത്രങ്ങളിൽ കയറിറങ്ങിക്കൊണ്ട് കുറെ ഭസ്മവും മറ്റ് കളവങ്ങളും വരച്ചുകൊണ്ട് ഹൈന്ദവ സമൂഹത്തെ പറ്റിക്കാൻ ശ്രമിക്കുന്ന ആൾ. അപ്പോ ഈ പറ്റിക്കാൻ ശ്രമിക്കുന്ന ആളിന്റെ യഥാർത്ഥ മുഖമാണ് ഇന്ന് പാർലമെന്റിൽ കണ്ടിരിക്കുന്നത്. രാജ്യത്തെ മുഴുവൻ ജനങ്ങളും അത് മനസ്സിലാക്കിയിരിക്കുന്നു. പപ്പു എന്നൊക്കെ പറഞ്ഞ് പലരും ഇങ്ങനെ കളിയാക്കുമ്പോഴൊക്കെ നമ്മളെ എല്ലാവരും ഒരു കാര്യം ചിന്തിക്കും, ഒരു വ്യക്തിയെ ഇങ്ങനെ വ്യക്തിഹത്യ ചെയ്യുന്നു എന്നുള്ളത്. ഇദ്ദേഹത്തെ ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സമൂഹത്തെ ഒന്നടങ്കം അപമാനിക്കുന്ന ഒരു വ്യക്തിയെ സ്വാഭാവികമായിട്ട് ഈ രാജ്യത്തെ ജനങ്ങൾ ഇനി മുതൽ എങ്ങോട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് കാണുന്നത്? ഭാരതമാതാവ് അല്ലെങ്കിൽ ഭാരത് മാതാക്ക് ജയ് എന്ന് വിളിക്കുന്നത് പോലും അൺപാർലമെന്ററി ആണ് എന്ന് പറയുന്ന, അങ്ങനെ പ്രസ്താവിക്കുന്ന ചില ആളുകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ അങ്ങനെ പ്രസ്താവന നടത്തിയ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചൊക്കെ ഇവിടുത്തെ ഹൈന്ദവ സമൂഹം അദ്ദേഹത്തിന് ഇനി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ എന്ത് പിന്തുണയാണ് നൽകുക? ഇതൊരു അബദ്ധത്തിൽ വന്നിരിക്കുന്ന വാക്കുകളല്ല. ഏതെങ്കിലും ഒരു കവല പ്രസംഗം നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പൊതു റാലിയിൽ നടത്തിയ ഒരു പ്രസംഗത്തിന്റെ ഇടയിൽ വന്നിരിക്കുന്നതല്ല. നമ്മൾ എന്താണോ സംസാരിക്കുന്നത് പാർലമെന്റിൽ അത് കൃത്യമായിട്ട് അവിടെ രേഖപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഓരോ വാക്കുകളും കൃത്യമായിട്ട് സൂക്ഷിച്ച് സംസാരിക്കേണ്ട സ്ഥലത്ത് ഇതുപോലെ വളരെ വികൃതമായിട്ടുള്ള രീതിയിൽ പ്രസ്താവന നടത്തിയിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് എന്ന പട്ടം അലങ്കരിക്കുന്ന രാഹുൽ ഗാന്ധി. സ്പീക്കർ പോലും പറഞ്ഞിരിക്കുന്നത് ഇത് വ്യക്തിപരമായിട്ടുള്ള ഒരു ആക്രമണമാണ് നടത്തുന്നത്, വ്യക്തിഹത്യയാണ് ചെയ്തിരിക്കുന്നത് രാഹുൽ. അതുകൊണ്ട് ചട്ടം ലംഘിക്കുന്ന രീതിയിലേക്കുള്ള പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതം ഇനി ഉണ്ടാകും എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ എല്ലാവരും ബോധ്യപ്പെടുക, മനസ്സിലാക്കുക, നമ്മുടെ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി ഒരു ഹിന്ദുത്വ അല്ലെങ്കിൽ ഒരു ഹിന്ദു വിരുദ്ധനാണെന്നുള്ളതിൽ ഇതിൽ കൂടുതൽ ഒരു തെളിവും വേണ്ട എന്നുള്ളതിൽ സത്യസന്ധമായിട്ട് നമ്മൾക്ക് അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. വിപിൻലാൽ, ഫസ്റ്റ് റിപ്പോർട്ട്സ്.